പ്രേക്ഷകരെ, ഇന്നത്തെ നമ്മുടെ സായാഹ്ന വാർത്താ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമുക്കൊപ്പം നിൽക്കുന്ന, നമുക്ക് കാവലാകുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യം. കേരള പോലീസിൽ ആത്മഹത്യ കൂടുന്നു എന്ന വാർത്ത, അതിന്റെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് എത്രത്തോളം നമ്മൾ കൂടി അവരെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നത്. വിഷാദരോഗവും ജോലി സമ്മർദ്ദവുമാണ് ആത്മഹത്യയുടെ പ്രധാന കാരണമെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ 4 വർഷത്തിനിടെ 69 പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിൽ ആത്മഹത്യയുടെ വഴി തെരഞ്ഞെടുത്തത്. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അമിത ജോലി ഭാരത്തെ തുടർന്നും ജോലി സമ്മർദ്ദങ്ങളെ തുടർന്നും സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ വിഷാദരോഗത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള സംവിധാനങ്ങളും ഫലപ്രദമാകുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ നവംബറിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പോലീസ് ഉന്നതതല യോഗത്തിൽ അവതരിപ്പിച്ച കണക്കാണ് അവസാനമായി ഉള്ളത്. അതിനുശേഷവും പോലീസിൽ ആത്മഹത്യകൾ നടന്നു. 2019 ജനുവരി മുതൽ 2023 ഓഗസ്റ്റ് വരെയുള്ള കണക്കാണ് അന്ന് അവതരിപ്പിച്ചത്. ഇതുപ്രകാരം 2019 18 പേരും, 2020 10 പേരും, 2021 8 പേരും, 2022 20 പേരും, 2023 13 പേരും ആത്മഹത്യ ചെയ്തതായാണ് കണക്ക്. തിരുവനന്തപുരം റൂറലിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ, 10 പേർ. ആലപ്പുഴയിലും എറണാകുളം റൂറലിലും 7 പേർ വീതം ജീവനൊടുക്കി. കുടുംബപരമായ കാരണങ്ങളാൽ 30 പേരാണ് ആത്മഹത്യ ചെയ്തത്. ആരോഗ്യ കാരണങ്ങളാൽ 5 പേരും, വിഷാദരോഗത്താൽ 20 പേരും, ജോലി സമ്മർദ്ദത്താൽ 7 പേരും, സാമ്പത്തിക കാരണങ്ങളാൽ 5 പേരും ആത്മഹത്യ ചെയ്തതായാണ് റിപ്പോർട്ടിൽ അന്ന് പറഞ്ഞത്. 2 ആത്മഹത്യകളുടെ കാരണം വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.